എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു മുതിര റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ മുതിര ചെറിയ ചൂടുവെള്ളത്തിലിട്ട് 4 മണിക്കൂർ കുതിർത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു കുക്കർ കഴുകി അതിൻ്റെ അകത്തേക്ക് 2 സബോള അരിഞ്ഞതുണ്ട്, അത് രണ്ടും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. നമ്മൾ കുക്കറിൻ്റെ അകത്തേക്ക് മുതിരയെല്ലാം കഴുകി വാരിയിട്ട് 2 സബോള ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് ഇതിന് നമുക്ക് മൂടി അടപ്പത്ത് വെച്ച് വേവിക്കാം. നമ്മുടെ മുതിര വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇച്ചിരി കുറച്ച് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. ഞാൻ 2 സ്പൂണ് ബീഫ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. രണ്ട് പത്തനിമുളകും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇടേണ്ടതായിരുന്നു, സാരമില്ല, ഇതിൽ കിടന്ന് മൂപ്പിട്ട്. കാരണം മുതിര കുതിരയ്ക്ക് കൊടുക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് തൽക്കാലം കുതിരയാകാം. നമ്മുടെ മസാല മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിക്കകത്തേക്ക് നമുക്ക് ചരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ മുതിര റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഇത് മുതിര ശരീരത്തിനൊക്കെ നല്ലതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.